ഇപ്പോൾ സമയം 5 മണി. നമ്മൾ ഹൈദരാബാദ് റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുവാണ്. നമ്മൾ ട്രാവൽ ചെയ്യുവാണ് വന്ദേ ഭാരത്. ഫാമിലിയായിട്ട് ഫസ്റ്റ് ടൈമിലുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി. അഖിലാജന മൈസൂർ. രാവിലെ 3 മണിക്ക് എണീറ്റ് 5 മണിക്കാണ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. 2 hours ഡിലേ ഉണ്ടായിരുന്നു ഞങ്ങളിവിടെ എത്തിച്ചേരാൻ. വെയിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ വന്ദേ ഭാരത് എത്തി. റെയിൽവേ സ്റ്റേഷൻ കുറച്ച് റഷായതിനാൽ വന്ദേ ഭാരത് വന്നത് നമ്മൾ കണ്ടില്ലായിരുന്നു. പെട്ടെന്ന് ചാടി ഓടിയിട്ടൊക്കെയാണ് കേട്ടോ നമ്മുടെ സീറ്റൊക്കെ കണ്ടുപിടിച്ചത്. പിന്നെ ടൈം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഇച്ചാൻ ഇറങ്ങിയിട്ട് ഇന്ന് ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുത്തതായിരുന്നു. പിന്നെ സീറ്റും പൊസിഷനൊക്കെ ഇങ്ങനെ ആയിരുന്നു ആദ്യം. ഇപ്പോൾ ഫാമിലിക്ക് ഒരു 3 ബേസ് കിട്ടിയാൽ കൊള്ളാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരേ സീറ്റിൽ തന്നെ ആക്കി. വന്ദേ ഭാരതിൽ ഫസ്റ്റ് ടൈം ട്രാവൽ ചെയ്യും. ഫ്രം ഹൈദരാബാദ് ടു ബാംഗ്ലൂർ. ഹൈദരാബാദിൽ കച്ചിഗുഡ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഫാമിലി ആയിട്ട് ഞാനും ഇച്ചാനും ഒലിവർ വന്ദേ ഭാരതിൽ കയറുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതായിരുന്നു അവസ്ഥ. ഒന്നും കേൾക്കാൻ വയ്യ. ഒലിവറിൻ്റെ കരച്ചിൽ ഇത് വേറൊന്നും കൊണ്ടല്ല. രാവിലെ ഞങ്ങൾ 3:30 എണീറ്റു. അത്രയും നേരം ട്രാവൽ ചെയ്തു, ഇവിടെ വന്നു. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് കുറച്ചുകൂടെ റഷായിരുന്നു. സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരേ ലൈനിൽ തന്നെ കിട്ടി. അപ്പോൾ കുറച്ചായപ്പോൾ നേരം ന്യൂസ് പേപ്പറൊക്കെ കൊണ്ടുവന്നത്. ഒരു സീറ്റിൻ്റെ പെർ 1 എന്ന് വെച്ചിട്ടാട്ടോ കൊണ്ട് തന്നത്. അല്ലാണ്ട് നമുക്ക് അഡീഷണൽ വേണമെങ്കിൽ എത്ര ചോദിച്ചാലും നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ അവർ മേടിച്ച് വെക്കും. അതേ ഉള്ളൂ കേട്ടോ. കൂടെ തന്നെ ഇൻഡിവിജ്വലായിട്ട് ഡ്രിങ്കിങ് വാട്ടർ നമുക്ക് തരും. 5 o'clock അല്ല, ഇപ്പോൾ 6 o'clock ആയി. നമ്മൾ രാവിലെ 3:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇച്ചാൻ അങ്ങനെ കൊണ്ടുവന്ന വെള്ളം അപ്പോഴേ കുടിച്ചു. ഞാൻ കുടിച്ചൊന്നുമില്ല. അപ്പോൾ തന്നെ TTR എത്തി. നമ്മൾ ചെക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഒലിവർ ബേബി, ഒലിവടെ കുലുങ്ങുവാണോ? കറക്റ്റ് 6 o'clock കഴിഞ്ഞപ്പോൾ തന്നെ പ്രീ ബ്രേക്ക്ഫാസ്റ്റ് എത്തി കേട്ടോ. നമ്മുടെ കോഫി ടീ സംഭവമാണ്. നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് ഉണ്ടാക്കേണ്ടതാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളത്. ബിസ്ക്കറ്റും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 ടീയൊക്കെ കുടിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒലിവർ കുറച്ച് ഉറക്കത്തിൻ്റെ പ്രശ്നത്തിൻ്റെ ഭയങ്കര കരച്ചിലും വാശിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ട് നടക്കുക. കുറച്ച് നേരം വെളുത്ത് 7 മണി അടുപ്പിച്ച് ടൈമൊക്കെ ആയി കേട്ടോ. അവസാനം ഒലിവറിനെ ഫീഡ് ചെയ്ത് കൊടുത്തിട്ടാട്ടോ ഉറക്കിയത്. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റിംഗ് പൊസിഷനിൽ അവന് ഫീഡ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എത്തി കേട്ടോ. അപ്പോൾ അവനെ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അമ്മയോട് ചാനലൊക്കെ കഴിക്കാൻ പറഞ്ഞു. അതിന് ശേഷം ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. കട്ട്ലറ്റ്, ബ്രെഡും കട്ട്ലറ്റ്, മുട്ട, പിന്നെ വെജിറ്റബിൾസ്, ബീൻസും ക്യാരറ്റും. അങ്ങനെ ഇച്ചാനും അമ്മയും കഴിച്ചു. അവർ കഴിച്ചിട്ടാട്ടോ എനിക്ക് ഇച്ചാൻ എടുത്ത് തരുമായിരുന്നു. കാരണം ഒലിവറിനെ ഞാൻ മാറ്റിയിട്ടൊക്കെ കൊടുക്കുമ്പോൾ അവൻ്റെ ഉറക്കത്തിന് പ്രശ്നമാകുമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഇച്ചാൻ സെർവ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. നല്ല വെസ്റ്റേൺ സ്റ്റൈൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഹെൽത്തി ആയിരുന്നു. ഇത്ര ഐറ്റംസ് കഴിച്ചപ്പോൾ തന്നെ വയറ് നല്ലതായിട്ട് നിറഞ്ഞു. ഒലിവർ അങ്ങനെ ഒരു 10 മണി അടുപ്പിച്ചായപ്പോൾ ഒലിവർ എണീറ്റു കേട്ടോ. ഒലിവറിന് അത് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ മാറ്റി വെച്ചു വെജിറ്റബിൾസ്. പക്ഷെ അവൻ അത് കഴിച്ചില്ല. ഞങ്ങൾ സെർലാക്ക് കളക്കേണ്ടി വന്നു. പറയാൻ പറ
കൃത്യം 12 മണിയായപ്പോൾ തന്നെ ലഞ്ച് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിലോട്ടാണ് പോകുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു എനിക്കൊരു ഡൗട്ട്. അപ്പം 2 മണിക്കാണ് നമ്മുടെ ഡെസിഗ്നേഷൻ ടൈം കാണിക്കുന്നത്. അതുകൊണ്ട് ഒരു 12 മണിയായപ്പോൾ തന്നെ ലഞ്ച് എത്തിയിട്ടുണ്ടായിരുന്നു. ഐറ്റംസ് വന്നിട്ട് റൈസ്, ദാല്, ചിക്കൻ കറി, വെജിറ്റബിൾ സലാഡ് ആൻഡ് റൈത്തയായിരുന്നു. കൂടെ ഐസ്ക്രീമും ഉണ്ടായിരുന്നു കേട്ടോ. ഒലിവറിന് കിട്ടിയിട്ടില്ലായിരുന്നു, നമ്മളെന്ന് അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു ഒലിവറിന് കഴിച്ചു. ഫാമിലിയായിട്ട് കയറിയ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കയറിയ ഒരു ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടും കുറച്ച് ടൈം ചുമ്മാ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒലിവർ ഉള്ളതുകൊണ്ട് ഒരു വല്ലാത്തൊരു എൻജോയ്മെൻറ്റ് കുറച്ച് കുറവായിരുന്നു കേട്ടോ. അവനെ ഉറക്കുക, അവനെ മിണ്ടാതിരുത്തുക, അങ്ങനെയൊക്കെ രീതിയിൽ ഇറങ്ങാനുള്ള ടൈമായിരിക്കും. വന്ദേഭാരത് കയറിയിട്ടുള്ള ഫീലിങ്സ് എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് വിശപ്പ് ഒരു പ്രശ്നമായിട്ടേ തോന്നിയില്ല. കൃത്യസമയത്ത് തന്നെ ഫുഡ് ഇടയ്ക്ക് കിട്ടുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമുക്ക് ഈ സീറ്റിംഗ് പൊസിഷൻ ഞങ്ങൾ രാവിലെ 5 മണിക്ക് 2 മണി ഉച്ച ടൈം ആയതുകൊണ്ട് നമുക്ക് ഭയങ്കരധികം ബുദ്ധിമുട്ടുണ്ട്. ഒലിവനെ ഉറക്കുന്ന കാര്യം, ഫീഡ് ചെയ്യുന്ന കാര്യം, കുഞ്ഞു കുട്ടികളിലൊക്കെ മാത്രമായിട്ട് ആ ഒരു ബുദ്ധിമുട്ടുള്ള. മാത്രമല്ല നമ്മുടെ എയർലി മോർണിംഗ് ആയിരുന്നു നമ്മുടെ ട്രെയിൻ, ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നോർമൽ ട്രെയിനാണെങ്കിൽ നമുക്ക് കിടന്നു പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്തായാലും വന്ദേഭാരത് ഫുൾ എൻജോയ്മെന്റ് ആയിരുന്നു. പെട്ടെന്ന് എത്താൻ പറ്റിയതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ടാർഗറ്റ്. ഫൈനലി നമ്മൾ ബാംഗ്ലൂർ എത്തി. അപ്പോൾ 2 o'clock എന്ന് പറഞ്ഞത് 1:15 ആയപ്പോൾ തന്നെ നമുക്ക് അവിടെ എത്തി. എത്തേണ്ട ടൈമിനെക്കാട്ടി കുറച്ച് നേരത്തെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര അധികം സന്തോഷം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് വന്ദേഭാരത് ട്രാവൽ എക്സ്പീരിയൻസ്. അതുപോലെ എടുത്ത് പറയേണ്ടതാണ്, ഞാൻ ഷൂട്ടൊന്നും ചെയ്തില്ല. സാനിറ്റേഷൻ പ്രോപ്പറാണ്, നല്ല ക്ലീൻ ആണ്. യൂസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അത് അറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഒന്ന് വന്ദേഭാരതിൽ പോകണം, ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ ഒരു ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണം. ഞാനിതിൽ ഒരു 100 മാർക്ക് കൊടുക്കും. നമ്മളെവിടെ ഹൈജീനിക് ആയിട്ടുള്ള പ്ലേസ് ആണല്ലോ നമുക്ക് അത്യാവശ്യമായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ നിങ്ങൾ വന്ദേഭാരതിൽ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞങ്ങളെടുത്ത് കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്യുക. കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ ഫ്രം അഖില ചീന മൈ സ്റ്റോർ.